ടൗൺ ഹാളിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒരു സാറിനോട് ചോദിച്ചത്, ഈ ഇപ്പം ടൗൺ ഹാളിൻ്റെ ഒരു വാടക ഒരു പക്ഷേ പണ്ട് നമ്മൾ ഈ ചെറിയ ചെറിയ കല്യാണങ്ങൾക്കൊക്കെ ചെറിയ തുകയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സാധാരണക്കാർക്ക് കൂടി ഒന്ന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഈ സാംസ്കാരിക പ്രവർത്തകർക്ക് റിഹേഴ്സലിനും ഒക്കെ വേണ്ടിയിട്ടൊന്നും. അത് നമുക്ക് ഇപ്പോൾ ഒരു വാടകയുടെ കാര്യത്തിലൊരു ചെറിയ അപാകതകൾ അതിനകത്ത് നിൽപ്പുണ്ട്, നമ്മളത് പരിഹരിക്കും. എന്നാൽ നമുക്ക് ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള ഒരു വരുമാനം നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യണം. എന്നാൽ ഇത് സാധാരണക്കാർക്കും പാവപ്പെട്ട ആളുകൾക്കുമൊക്കെ ഒരു പ്രാപ്യമായ നിലയിലേക്ക് അത് വരികയും ചെയ്യും. കാരണം എല്ലാവർക്കും ഇപ്പോൾ 50,000 രൂപയും 1,00,000 രൂപയും 2,00,000 രൂപയൊക്കെ ഒന്ന് മുടക്കി ഈ ഈ ഹാളുകളും ഒക്കെ എടുത്ത് പരിപാടികൾ നടത്താനായിട്ട് എല്ലാവർക്കും പറ്റുകയല്ലോ. ഒരു 10,000-20,000 രൂപ 10,000-20,000 രൂപ ഉണ്ടെങ്കിൽ കാര്യം നടത്താൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് കൊടുക്കത്തക്ക നിലയിൽ അത് ക്രമീകരിക്കുന്ന ഒരു പുനർക്രമീകരണം അതിനകത്ത് ഉണ്ടാവും. പിന്നെയുള്ളത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൊണ്ടൊരു ഈ ഒന്നാമത് ഇത് പൊതുവാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ അവിടെ ഈ അവിടുത്തെ സ്വീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജ് അതില്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി വരുമ്പോൾ ഇതിനകത്ത് വൃത്തികളായി കിടക്കാൻ പാടില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരാളെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ ഒരു പൈസയും അയാൾക്കും കൊടുത്താൽ അയാൾ അത് കൃത്യമായിട്ട് അത് ചെയ്തു, ഓരോ പരിപാടി കഴിയുമ്പോൾ അത് ചെയ്തു. അപ്പം അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു നീറ്റ്നെസ് നമുക്ക് നിലനിർത്താനായിട്ട് കഴിയണം. അതിപ്പോൾ നമ്മുടെ ഒരു ടോയ്ലറ്റൊക്കെ ആണെങ്കിലും അതെല്ലാം നീറ്റായിരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ വന്നെടുക്കുമ്പോൾ പറയും, ഓ കണ്ടോ അത് മുഴുവനും മോശമായിട്ടിടുന്നു, അത് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ എന്നാലും ഇത് സാധാരണക്കാർക്കൂടെ പ്രാപ്യമായ നിലയിലാക്കണം, തീർച്ചയായിട്ടും അതാക്കണം.